അപ്പോൾ നമ്മൾ ആൽക്കഹോളിൻ്റെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ്, CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഫീനോളിൻ്റെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് വേണ്ടേ? ഫീനോളിൻ്റെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഫീനോളിൽ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് വളരെ റെയറാണ്. നമ്മുടെ ബുക്കിൽ നമ്മുടെ സിലബസിൽ ഒരൊറ്റ റിയാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് ഫീനോളിൻ്റെ സ്പെഷ്യൽ റിയാക്ഷൻസ് ആയിട്ട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഫീനോളിൻ്റെ കോമൺ റിയാക്ഷൻസ് എന്തൊക്കെയാണ്? CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതല്ല, എന്താണ് കോമൺ റിയാക്ഷൻ? ഫീനോളിൻ്റെ കോമൺ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പേര് കേട്ടാൽ വലിയതാണെങ്കിലും വളരെ സിമ്പിളാണ് റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ലവിങ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ലവിങ് റിയാക്ഷൻസ് തരാൻ എന്താ കാരണം? ഫീനോളിൻ്റെ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫീനോളിൻ്റെ വരച്ചിരുന്നു. ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിൽ ഫീനോളിലുള്ള ഓക്സിജൻ്റെ മുകളിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓർത്തോ പാര, 2 ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് വന്നത് ഓർമ്മയില്ലേ? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. അത് കാരണം ഒരു ഇൻകമ്മിങ് റിയേജൻറ്റ് എപ്പോഴും ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള റിയേജൻറ്റ്, പോസിറ്റീവ് ചാർജുള്ള റിയേജൻറ്റ്. അതുകൊണ്ട് തന്നെ ആ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രോഫിലിക്. ഇനി അരോമാറ്റിക് റിങ്ങിലാണ് അത് നടക്കുന്നത്. സോ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലുള്ള ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇൻകമ്മിങ് ഗ്രൂപ്പ് അവിടെ ഓക്യുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഫീനോളിൻ്റെ റിയാക്ഷൻസിനെ കോമൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇതിലായിരിക്കും വരുന്നത്? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനായിട്ടാണ് പറയുന്നത്. കാരണം മനസ്സിലായല്ലോ? ഓർത്തോ പാരാ പൊസിഷൻ ഇലക്ട്രോൺ റിച്ച് ആണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സിൽ. സോ ആ പൊസിഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അവിടുത്തെ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രോഫിലിക്, ഇലക്ട്രോൺ ലവിങ്, നെഗറ്റീവ് ചാർജ് ലവിങ്. അരോമാറ്റിക് റിങ്ങിലായ കാരണം അരോമാറ്റിക്. സബ്സ്റ്റിറ്റ്യൂഷൻ, ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് വരുന്നത് ഇൻകമ്മിങ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഫീനോളിൻ്റെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തായിരിക്കും? ഓർത്തോ പാരാ പ്രൊഡക്ട്സാണ് കിട്ടുക. ഇനി നമുക്ക് എക്സാമ്പിൾസ്, 2 റിയാക്ഷനാണ് മെയിനായിട്ട് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് വൺ നൈട്രേഷൻ ഓഫ് ഫീനോളാണ്. ഫസ്റ്റ് വൺ നൈട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹാലോജിനേഷൻ. ഇപ്പോൾ ഈ ഹെഡിങ്ങിൽ വരുന്നത് 2 ടൈപ്പ് ഓഫ് റിയാക്ഷനാണ്, നൈട്രേഷൻ ആൻഡ് ഹാലോജിനേഷൻ. നൈട്രേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീനോൾ നൈട്രേറ്റ് ചെയ്യുന്നു. നൈട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു നൈട്രേറ്റിംഗ് ഏജൻറ്റ് വേണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈല്യൂട്ട് HNO3. വെൻ ഫീനോൾ ഈസ് നൈട്രേറ്റഡ് യൂസിങ് ഡൈല്യൂട്ട് HNO3, NO2 പ്ലസ് പ്രസൻറ്റ് ഇൻ ഇറ്റ് ആക്ട് ആസ് ദ ഇലക്ട്രോഫൈൽ. സോ ആ NO2 പ്ലസ് എന്ത് ചെയ്യുന്നു? ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ ഓക്യുപ്പൈ ചെയ്യുന്നു. സോ വാട്ട് വി ഗെറ്റ് ഈസ് എന്താ നോക്കി നോക്കൂ, ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് ദിസ് ഈസ് പാരാ നൈട്രോഫീനോൾ. ഇതിൽ പാരാ നൈട്രോഫീനോൾ ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. എപ്പോഴും ഓർത്തോ പാരാ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. കാരണം അവിടെ ഈ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറയ്ക്കാനായിട്ട് പറ്റും പാരാ പൊസിഷനിൽ ഇൻകമ്മിങ് ഗ്രൂപ്പ് വരുമ്പോൾ. അപ്പോൾ എപ്പോഴും ഇൻകമ്മിങ് ഗ്രൂപ്പ് ഓക്യുപ്പൈ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ പാരാ പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെയിൻ അല്ലെങ്കിൽ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരാ നൈട്രോഫീനോളാണ്. കൂടെ കുറച്ച് ഓർത്തോ നൈട്രോഫീനോളും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്ചറാണ് നമുക്ക് കിട്ടിയതെങ്കിൽ എങ്ങനെ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാം? അതിനുള്ള മെത്തേഡാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഓർത്തോ ആൻഡ് പാരാ നൈട്രോഫീനോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ വാട്ട് ഈസ് കോൾഡ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്? നോക്കൂ, ഈ ഓർത്തോ നൈട്രോഫീനോളിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടെ നോക്കൂ, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്തിൻ ദ മോളിക്യൂൾ ഇറ്റ് സെൽഫ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. അവിടെ വരച്ചിട്ടുണ്ട്, നോക്കി നോക്കൂ. ഓർത്തോ നൈട്രോഫീനോൾ, ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുന്നു.
ഇതിന് പറയുന്ന പേരാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. അത് വേഗം ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി പാരാനൈട്രോഫിനോളിലാണെങ്കിൽ നോക്കൂ, അവിടെ വരച്ചിട്ടുണ്ട്. ഇത് പാരാനൈട്രോഫിനോൾ, വേറൊരു പാരാനൈട്രോഫിനോൾ മോളിക്യൂളും. ഫസ്റ്റിലത്തെ നോക്കൂ നൈട്രോ ഗ്രൂപ്പും രണ്ടാമത്തെ പാരാനൈട്രോഫിനോളിലെ OH ഗ്രൂപ്പും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്, പാരാനൈട്രോഫിനോളിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുതലായിരിക്കും, ഇത് കുറവായിരിക്കും. ഓർത്തോനൈട്രോഫിനോളിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കുറവായിരിക്കും. മീൻസ് ദിസ് ഈസ് മോർ വോളറ്റൈൽ, ദിസ് ഈസ് മോർ വോളറ്റൈൽ ആൻഡ് ദിസ് ഈസ് ലെസ് വോളറ്റൈൽ. അപ്പോൾ ഇതിനെ രണ്ടിനെയും തമ്മിൽ നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. സ്റ്റീം ഡിസ്റ്റിലേഷനിൽ മോർ വോളറ്റൈൽ ആയിട്ടുള്ള ഓർത്തോനൈട്രോഫിനോള് ഫസ്റ്റ് സ്റ്റീമിൻ്റെ കൂടെ ഡിസ്റ്റിൽ ചെയ്ത് വരുന്നു, മറ്റേത് RB ഫ്ലാസ്കിൽ തന്നെ ഇരിക്കുന്നു. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ മെത്തേഡ് ഈസ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. റീസൺ മനസ്സിലായല്ലോ. ഇൻ പാരാനൈട്രോഫിനോൾ ദ ബോണ്ടിങ് ഈസ് ഇന്റർമോളിക്കുലർ, ബട്ട് ഇൻ ഓർത്തോനൈട്രോഫിനോൾ ദ ബോണ്ടിങ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ഇൻട്രാമോളിക്കുലർ. ദാറ്റ് ഈസ് ദ റീസൺ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ഡൈല്യൂട്ട് HNO3, ഇഫ് യു യൂസ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഫോർ ഇറ്റ്സ് നൈട്രേഷൻ, എന്തായിരിക്കും പ്രൊഡക്റ്റ്? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ ഓൾ ദ 3 പൊസിഷൻ, the 2 ortho and 1 para position get occupied with a nitro group within in the same molecule. അപ്പോൾ നോക്കി നോക്കൂ എന്താ കിട്ടുന്നത്? 2,4,6 trinitrophenol is obtained and this is called picric acid. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് 2,4,6 trinitrophenol is called picric acid. അപ്പോൾ എങ്ങനെ picric acid ഉണ്ടാവുന്നത്? by the nitration of phenol with a concentrated nitric acid, but the yield is very low. നമുക്ക് വളരെ കുറച്ച് മാത്രമേ എന്ത് കിട്ടുള്ളൂ? പിക്രിക് ആസിഡ് കിട്ടുള്ളൂ. കൂടുതൽ പിക്രിക് ആസിഡ് കിട്ടാൻ വേണ്ടിയിട്ട് ദിസ് റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നൈട്രിക് ആസിഡ് ആഡ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ആദ്യം എന്തുണ്ടാവുന്നു? ഈ പൊസിഷനിൽ, 2 പൊസിഷനിൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് SO3H ഗ്രൂപ്പ് വരും. ഡൈസൾഫോണിക് ആസിഡ്, ഫീനോൾ ഡൈസൾഫോണിക് ആസിഡ് ഈസ് ഫോംഡ് ഫസ്റ്റ് ആൻഡ് ദെൻ which on nitration gives 2,4,6 trinitrophenol. അപ്പോൾ yield കൂടുതലായിരിക്കും. So this mixture of concentrated nitric acid and sulfuric acid used for nitrating phenol is called nitrating mixture. So when phenol is nitrated using nitrating mixture, picric acid is obtained in high yield. If you use concentrated nitric acid alone, then the yield will be less. സോ 2 തരത്തിലുള്ള നൈട്രേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വിത്ത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വി ഗെറ്റ് ഐദർ ഓർത്തോ ഓർ പാര ഓർ എ മിക്സർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ നൈട്രോഫിനോൾ. ബട്ട് ഇഫ് യു യൂസ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വി ഗെറ്റ് 2,4,6 trinitrophenol called picric acid. So that's about nitration. It is an electrophilic aromatic substitution reaction. Next is halogenation. Halogenation, here we are carrying out bromination. Bromination can be carried out in 2 ways. One by using bromine in polar solvent and bromine in non-polar solvent. First നമ്മളൊരു non-polar solventൽ bromine dissolve ചെയ്യുന്നു. Non-polar solvent like carbon tetrachloride, carbon disulfide etc. അല്ലെങ്കിൽ ലെസ് പോളർ ആയിട്ടുള്ള ക്ലോറോഫോം ഒക്കെ യൂസ് ചെയ്യാം. അതിൽ ബ്രോമിൻ ഡിസോൾവ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ we get a mixture of orthobromophenol and parabromophenol. Yes, orthobromophenol and parabromophenol. Which will be the major product? Sure ആയിട്ടും parabromophenol ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി യൂഷ്വലി ബ്രോമിനേഷൻ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബെൻസീൻ്റെ ഒക്കെ ബ്രോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാലോജിനേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് ആണ്. അതായത് ബ്രോമിനെ പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡാണ് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുക. ഇതിൻ്റെ ഫീനോളിൻ്റെ കേസിലാണെങ്കിൽ ഫീനോളിൻ്റെ ഹൈലി ആക്ടിവേറ്റിംഗ് നേച്ചർ കാരണം, റിങ് ആക്ടിവേറ്റിംഗ് ആണല്ലോ ഫീനോൾ OH ഗ്രൂപ്പ്, അതിൻ്റെ ആക്ടിവേറ്റിംഗ് നേച്ചർ കാരണം ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിലല്ലാണ്ടേയും നമുക്ക് ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. ബെൻസീൻ ആണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ഹാലോജിനേഷൻ ചെയ്യേണ്ടത് ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡാണ്. ഇവിടെ ലൂയിസ് ആസിഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ബ്രോമിനിൻ നോൺ പോളാർ മീഡിയം ലൈക്ക് കാർബൺ ഡൈസൾഫൈഡ് ഗിവ്സ് എ മിക്സ്ചർ ഓഫ് orthobromophenol and parabromophenol. Instead,
if you carry out the same reaction in aqueous medium, that is by using bromine water, നമ്മൾ ചെയ്യാണ് ഫീനോളിനെ നമ്മൾ ബ്രോമിനേറ്റ് ചെയ്യുന്നു യൂസിങ് ബ്രോമിൻ വാട്ടർ അല്ലെങ്കിൽ അക്വസ് ബ്രോമിൻ ഉപയോഗിച്ച് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഫീനോളിനെ ബ്രോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾ ദ 3 പൊസിഷൻസ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള 2 ഓർത്തോ ആൻഡ് പാരാ പൊസിഷനും get occupied with bromine. So what we get is a white precipitate of 2,4,6 tribromophenol. Actually bromine water എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ ആണ്. അത് ഡീക്ലറൈസ് ചെയ്ത് a white precipitate of 2,4,6 tribromophenol is obtained. അപ്പോൾ ഇത് രണ്ടുമാണ് ഹാലോജിനേഷൻ ആൻഡ് നൈട്രേഷൻ ആണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീനോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോളാണ്. 2 റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നൈട്രേഷൻ, സെക്കൻഡ് വൺ ഹാലോജിനേഷൻ. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എങ്കിലും ഒരു 4 റിയാക്ഷൻസ് നമുക്ക് ഫീനോളിൻ്റെ സ്പെഷ്യൽ റിയാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൾബ്സ് റിയാക്ഷനാണ്. ഇലക്ട്രോഫിലിക് റിയാക്ഷൻ തന്നെയാണ്. കോൾബ്സ് റിയാക്ഷനിൽ നമുക്കറിയാം ഫീനോളിനെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഫിനോക്സൈഡ്, ഫീനോളിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഡിയം ഫിനോക്സൈഡിനെ കുറിച്ച്. അപ്പോൾ ഈ സോഡിയം ഫിനോക്സൈഡ് ഉണ്ടാവുന്നു, ഇതിന് O-Na+ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഫിനോക്സൈഡ് അയോൺ എന്ന് പറയുന്നത് ഫീനോളിനെക്കാട്ടിലും കൂടുതൽ റിയാക്റ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള സോഡിയം ഫിനോക്സൈഡിനെ, അതായത് ഫിനോക്സൈഡ് അയോണിനെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നു. ഈവൻ ദോ ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ വെരി വീക്ക് ഇലക്ട്രോഫൈൽ. ഇത് വീക്ക് ഇലക്ട്രോഫൈലായ കാരണം ഫീനോളിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഫിനോക്സൈഡ് അയോണാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫീനോളിനെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ഫിനോക്സൈഡ് കിട്ടുന്നു, ഫിനോക്സൈഡ് അയോൺ ഫോം ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വീക്ക് ഇലക്ട്രോഫൈലായ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കൂ ഏത് പൊസിഷനിലേക്കാണ് വരുന്നത്? അതിൻ്റെ ഓർത്തോ പൊസിഷനിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എന്നിട്ട് അതിനെ ഹൈഡ്രലൈസ് ചെയ്യുന്നു. ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സാലിസിലിക് ആസിഡ് കിട്ടുന്നു. അതായത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് COOH ആയിട്ട് മാറുന്നു. ആദ്യം ഇവിടെ COONaOH ഫോം ചെയ്യും. അത് കഴിഞ്ഞ് അതിനെ ഹൈഡ്രലൈസ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ COOH വരുന്നു. COONa മാറിയിട്ട് COOH ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് സാലിസിലിക് ആസിഡ്. This reaction is called Kolb's reaction. So what is Kolb's reaction? When phenol is treated with carbon dioxide in presence of sodium hydroxide. Sodium salicylate is formed which on hydrolysis in presence of acid gives salicylic acid. ഇതാണ് Kolb's reaction. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ when phenol is treated with carbon dioxide in presence of sodium hydroxide followed by acid hydrolysis give salicylic acid. This reaction is called Kolb's reaction. So what is the product of Kolb's reaction? Salicylic acid. എന്താണ് സാലിസിലിക് ആസിഡ്? ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ കാർബോക്സിൽ ഗ്രൂപ്പ് വന്നത്. അതായത് ഇതിനെക്കാട്ടിലും പ്രയോറിറ്റി OH ഗ്രൂപ്പിനെക്കാട്ടിലും പ്രയോറിറ്റി കൂടുതലാണല്ലോ COHന്. അപ്പോൾ ദിസ് ഈസ് ബെൻസോയിക് ആസിഡ്. OH ഇല്ലെങ്കിൽ അത് ബെൻസോയിക് ആസിഡാണ്. അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രോക്സി. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാലിസിലിക് ആസിഡ്. സോ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോൾബ്സ് റിയാക്ഷൻ? സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് കിട്ടാൻ അതായത് ഇവിടെ COO വരണം. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. COO ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെൻ ഫൈനലി ഹൈഡ്രോളിസിസ്, ആസിഡ് ഹൈഡ്രോളിസിസ്. സോ സാലിസിലിക് ആസിഡ് ഈസ് ഒബ്റ്റെയിൻഡ്. So Kolb's reaction എന്താണ്? When phenol is treated with carbon dioxide in presence of sodium hydroxide followed by acid hydrolysis gives salicylic acid. അപ്പോൾ ഇതും ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. ഈ പൊസിഷനിൽ Hനെ മാറ്റിയിട്ട് ഇവിടെ COH വരുന്നു. ഇനി ഇതേപോലെ വേറൊരു റിയാക്ഷനാണ് റൈമർ-ടീമാൻ റിയാക്ഷൻ. റൈമർ-ടീമാൻ റിയാക്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡിന് പകരം നമ്മൾ ക്ലോറോഫോം എടുക്കുന്നു. When phenol is treated with ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ ഉണ്ടാവുന്നു നേരത്തെ അതേപോലെ തന്നെ. ഇവിടെ ONaCHCl2 ഇവിടെ വരുന്നു. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്.
അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ആണ്. ഇതിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? ONaCHO. ഇതിനെ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CHO ഗ്രൂപ്പ് വരുന്നു, സാലിസിൽ ആൽഡിഹൈഡ്. ഇവിടെ COHന് പകരം ക്ലോറോഫോം വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CHO വരുന്നു. ഈ റിയാക്ഷൻ പറയുന്ന പേരാണ് Reimer-Tiemann reaction. So in Reimer-Tiemann reaction, the final product is salicyl aldehyde. In Kolb's reaction, the final product is salicylic acid. So what is Reimer-Tiemann reaction? When phenol is treated with a chloroform in presence of sodium hydroxide followed by acid hydrolysis gives salicylaldehyde as the major product. Salicylaldehyde. So this reaction is known as Reimer-Tiemann reaction. ഈ രണ്ട് നെയിം റിയാക്ഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ ഈസ് റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ റിയാക്ഷനാണ്, CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻ. CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻ, ഒറ്റ റിയാക്ഷനെ നമ്മൾ ഫീനോളിൻ്റെ പഠിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. ബെൻസീൻ്റെ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. When phenol is heated with zinc dust, ഈ ബോണ്ട് ബ്രേക്ക് ആവുന്നു, ZnO ഫോം ചെയ്യുന്നു, ബെൻസീനും ഫോം ചെയ്യുന്നു. പ്രൊഡക്റ്റ് മറക്കരുത്. When phenol is treated with zinc dust, the main product is benzene. And next reaction is oxidation of phenol ആണ്. ഫീനോളിൻ്റെ ഓക്സിഡേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ക്രോമിക് ആസിഡ് ഉപയോഗിച്ചാണ്. എന്താണ് ക്രോമിക് ആസിഡ്? സോഡിയം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെൻ ട്രീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് H2Cr2O7. അതിന് പറയുന്ന പേരാണ് ക്രോമിക് ആസിഡ്. വെൻ ഫീനോൾ ഈസ് ഓക്സിഡൈസ്ഡ് യൂസിങ് ക്രോമിക് ആസിഡ് നമുക്ക് കിട്ടുന്നു എ കോഞ്ചുഗേറ്റഡ് ഡൈ കീറ്റോൺ. നോക്കൂ, 2 കീറ്റോ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവിടെ കോഞ്ചുഗേഷനുമുണ്ട്. എന്താണ് കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. നോക്കൂ, ഇവിടെ ഡബിൾ ബോണ്ടാണ്, ഇവിടെ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ ഇങ്ങനെ പോകുന്നു. ഒരു കോഞ്ചുഗേറ്റഡ് ഡൈകീറ്റോൺ കോൾഡ് ബെൻസോക്വിനോൺ. സോ ഫീനോൾ ഓൺ ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് chromic acid gives ബെൻസോക്വിനോൺ. ഈ റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഫീനോൾ വെറുതെ വെച്ച് കഴിഞ്ഞാലും എയർ ഓക്സിഡേഷനൊക്കെ നടക്കാം. അപ്പോൾ കുറേ മിക്സ്ചർ ഓഫ് ക്വിനോൺസ് നമുക്ക് കിട്ടും. പല പ്രൊഡക്ട്സിൻ്റെയും മിക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത് കുറേ കാലം ഫീനോൾ വെച്ചിരുന്നാൽ. ഫിനോളിനെ നേരിട്ട് ക്രോമിക് ആസിഡ്, എങ്ങനെയാണ് ക്രോമിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുക? ബൈ ട്രീറ്റിംഗ് സോഡിയം ഡൈക്രോമേറ്റ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് കോഞ്ചുഗേറ്റഡ് ഡൈകീറ്റോൺ കോൾഡ് ബെൻസോക്വിനോൺ. അപ്പോൾ ഇത്രയുമാണ് ഫിനോൾസിൻ്റെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. നൈട്രേഷൻ, ഹാലോജിനേഷൻ ഇൻ അക്വസ് മീഡിയം ആൻഡ് ഇൻ നോൺ പോളാർ മീഡിയം, then Kolb's reaction, Reimer-Tiemann reaction with the zinc dust, and last one oxidation. ഇത്രയും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ആണ് ഫിനോളിൻ്റെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമേഴ്സ്യലി ഇമ്പോർട്ടൻ്റ് ആൽക്കഹോൾസ് ആണ്. നമ്മൾ കുറേ ആൽക്കഹോൾസിൻ്റെ പേര് പറഞ്ഞെങ്കിലും നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന 2 ആൽക്കഹോൾസ്, ഫസ്റ്റ് വൺ ഈസ് മെഥനോൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എഥനോൾ. മെഥനോളിൻ്റെ ഫോമുല നിങ്ങൾക്കറിയാലോ, CH3OH ആണ്. ദിസ് മെഥനോൾ ഈസ് കോമൺലി കോൾഡ് വുഡ് സ്പിരിറ്റ്. ഇതിൻ്റെ വേറൊരു പേര് വുഡ് സ്പിരിറ്റ് എന്നാണ്. കാരണം ആദ്യകാലങ്ങളിൽ ഇത് പ്രിപ്പയർ ചെയ്തിരുന്നത് ബൈ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡാണ്. അതുകൊണ്ടാണ് ഇതിനെ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് ബൈ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. കമേഴ്ഷ്യലായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത് ബൈ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. അതായത് കാർബൺ മോണോക്സൈഡിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, ഓക്സൈഡ്സ് ഓഫ് സിങ്ക് ആൻഡ് ക്രോമിയം ആണ് കാറ്റലിസ്റ്റ്. ZnOCr2O3യുടെ പ്രസൻസിലാണ് ഹൈഡ്രോജനേഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് pressure of 200 to 300 atmospheres and temperature 573 to 673 Kelvin. ഈ ടെമ്പറേച്ചറിൽ നോക്കൂ, CO+2H2 gives CH3OH മെത്തനോൾ തരുന്നു.
337 കെൽവിനൊക്കെയാണ് ഈ മെത്തനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ മെത്തനോളിൻ്റെ പ്രിപ്പറേഷൻ ക്ലിയർ ആയില്ലേ? ബൈ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് carbon monoxide using the catalyst zinc oxide and chromium oxide at a pressure of 200 to 300 atmospheres and at a temperature of 573 to 673 Kelvin. Methanol is formed. This is the commercial method of preparation. ഇനി ഈ മെത്തനോൾ ഹൈലി പോയ്സണസ് ആണ്. മെത്തനോൾ ഇസ് ഹൈലി പോയ്സണസ്. ചെറിയൊരു എമൗണ്ട് നമ്മുടെ ബോഡിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് ആൻഡ് ഫൈനലി ടു ഡെത്ത്. അപ്പോൾ മെത്തനോളിൻ്റെ കൺസംഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഈ മെത്തനോൾ പലപ്പോഴും സോൾവെൻ്റൊക്കെ ആയിട്ട് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിനൊക്കെയുള്ള സോൾവെൻ്റാണ്, വാർണിഷിനൊക്കെ ഉള്ള സോൾവെൻ്റായിട്ട് നമുക്ക് മെത്തനോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷേ ഇത് ഹൈലി പോയ്സണസും കൂടിയാണ്. മെത്തനോൾ ഈസ് ഹൈലി പോയ്സണസ്. ഇനി നെക്സ്റ്റ് കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആൽക്കഹോളാണ് എത്തനോൾ. എല്ലാവർക്കും അറിയാം, ദിസ് ഇസ് കോമൺലി കോൾഡ് സ്പിരിറ്റ്. സ്പിരിറ്റാണ്, വെറും നോർമൽ സ്പിരിറ്റ്. ഇനി ഈ എത്തനോൾ C2H5OH ആണ് അതിൻ്റെ ഫോമുല. അത് നാച്ചുറലായിട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കോമൺ ആയിട്ട് അതിൻ്റെ കോമൺ മെത്തേഡ് എത്തനോളിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫെർമെൻറ്റേഷനാണ്. എന്താണ് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ബിഗ് മോളിക്യൂൾസിനെ സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ് ആണ്. ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ് ഗീവ് ആൽക്കഹോളാണ്. അപ്പോൾ ഈ ഷുഗർ ഉള്ള ഏത് സബ്സ്റ്റൻസിൽ നിന്ന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും? ആൽക്കഹോൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രേപ്സിൽ നിന്ന് ഉണ്ടാക്കാം, പിന്നെ ഷുഗർ കെയിനിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അതിൻ്റെ ഷുഗർ കെയിനിൽ നിന്ന് കെയിൻ ഷുഗർ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ആ സൊല്യൂഷൻ മൊളാസസിൽ നിന്ന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും? ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഏത് ഷുഗറുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് നമുക്ക് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനുള്ള മെത്തേഡ് ഫെർമെൻറ്റേഷനാണ്. ഈ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് എൻസൈംസ് ആവശ്യമുണ്ട്. ഈ എൻസൈംസ് മെയിനായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഷുഗേഴ്സിനെ എന്താക്കി മാറ്റാം? ആൽക്കഹോളാക്കി മാറ്റാം. ഈസ്റ്റിൽ മെയിനായിട്ടുള്ള 2 എൻസൈംസാണ് ഇൻവെർട്ടേസും സൈമേസും. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ ഒരു 10% ഷുഗർ സൊല്യൂഷൻ ആയാൽ പോലും അതിൽ നിന്ന് നമുക്ക് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാം. ഷുഗർ സൊല്യൂഷനെ ഈസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് എനൈറോബിക് കണ്ടീഷൻസിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 days കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് എത്തനോൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഷുഗർ സൊല്യൂഷൻ വെൻ ട്രീറ്റഡ് വിത്ത് ഈസ്റ്റ്, the enzyme invertase present in it first converts this sugar into glucose and fructose. Isomers ആണ്, they have same molecular formula C6H12O6 C6H12O6. ഇതാക്കി മാറ്റും. ഇനി അടുത്ത എൻസൈം സൈമേസ് present in it converts this glucose and fructose into alcohol. And when alcohol is formed, carbon dioxide is evolved. ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. C6H12O6 give 2C2H5OH plus CO2. അപ്പോൾ ആ വെസലിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്ന ബബിൾസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എത്തനോൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2-step റിയാക്ഷനാണ് ഇവിടെ വരുന്നത് ഷുഗറിൽ നിന്നും ആൽക്കഹോൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഷുഗർ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് by the enzyme invertase. In the second step, glucose and fructose get converted into alcohol and carbon dioxide by the enzyme zymase. And usually wine manufacturing, wine ഉണ്ടാക്കുന്നത് ഗ്രേപ്സ് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഗ്രേപ്സ് റൈപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഈസ്റ്റ് സെൽസ് അഡ്ഹിയർ ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഈസ്റ്റ് സെൽസ് ാണ് യൂഷ്വലി ഈ എൻസൈംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നന്നായി പഴുത്ത് വന്നിട്ടുള്ള ഗ്രേപ്സ് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഈസ്റ്റും ഷുഗറും കൂടി നല്ലോണം മിക്സ് ആവും. എന്നിട്ട് അതിനെ അനൈറോബിക് കണ്ടീഷനിൽ ഒരു 30 days കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻസ് നടന്നിട്ട് ആൽക്കഹോളായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. ആ ആൽക്കഹോളാണ് വൈൻ.
അപ്പോൾ അങ്ങനെയാണ് വൈൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ മെത്തനോളിൻ്റെ പോലെ തന്നെ നല്ലൊരു സോൾവെൻ്റാണ്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ എത്തനോളിനെ സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിലും കൂടുതലായിട്ട് എത്തനോൾ ഉപയോഗിക്കുന്നത് ബിവറേജ് ആയിട്ടാണ്. അതായത് ഹോട്ട് ഡ്രിങ്ക് ആയിട്ട് എത്തനോൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ എത്തനോൾ സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ മിസ്യൂസ് ഉണ്ടാവാനുള്ള, ബിവറേജ് ആയിട്ട് അത് യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഇല്ലിസിറ്റ് യൂസ്, അതിൻ്റെ മിസ്യൂസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഈ എത്തനോളിലേക്ക് കുറച്ച് പിരിഡിൻ അല്ലെങ്കിൽ മെത്തനോൾ ആഡ് ചെയ്യും. മെത്തനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. മെത്തിലേറ്റഡ് സ്പിരിറ്റ് ഹൈലി പോയ്സണസ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ മെത്തിലേറ്റഡ് സ്പിരിറ്റ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യും. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണല്ലോ. അപ്പോൾ ബ്ലൂ കളേർഡ് ആൽക്കഹോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാം ഇറ്റ് ഈസ് ഡീനാച്ചുറഡ് സ്പിരിറ്റ് ആണ്. അത് നമുക്ക് ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് എന്നുള്ളത് ക്ലിയർ ആവും. ആ കളർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ബിക്കോസ് അതിൻ്റെ കൂടെ ഒന്നുകിൽ മെത്തനോൾ ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിരിഡിൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിരിഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗൾ സ്മെല്ലുള്ളതും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. സോ ദിസ് ആൽക്കഹോൾ ക്യാൻ ബി മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ബൈ ഡീനാച്ചുറേഷൻ ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡൺ ഐദർ ബൈ ആഡിങ് പിരിഡിൻ ഓർ ബൈ ആഡിങ് മെത്തനോൾ along with കോപ്പർ സൾഫേറ്റ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു കളറും കൂടി ഉണ്ടായിരിക്കും. സോ കളേർഡ് സ്പിരിറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇൻഡസ്ട്രീസിൽ മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു സോൾവെൻ്റ് ആയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അപ്പോൾ ഇതാണ് നമുക്ക് എത്തനോളിനെ കുറിച്ച് പറയാനുള്ളത്. സോ മെത്തിലേറ്റഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയണം. അതുപോലെ എത്തനോളിൻ്റെ മാനുഫാക്ചർ ബൈ ഫെർമെൻറ്റേഷൻ അറിയണം. ഇനി നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് പറഞ്ഞു. ദാറ്റ് ഈസ് ഫ്രം ആൽക്കീൻസ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞിരുന്നു. ആ മെത്തേഡും കൂടി ചില സ്ഥലങ്ങളിൽ എത്തനോളിൻ്റെ മാനുഫാക്ചറിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എത്തിലീൻ ഓൺ പഠിച്ച ഓർമ്മയുണ്ടാവും. CH2 ഡബിൾ ബോണ്ട് CH2 വെൻ ഹൈഡ്രേറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഗീവ്സ് CH3 CH2OH എത്തനോൾ. ഈ മെത്തേഡും കൂടി ചില സ്ഥലങ്ങളിൽ ആൽക്കഹോളിൻ്റെ മാനുഫാക്ചറിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്.